കോൺഗ്രസിന്റെ പരിഭ്രാന്തിക്ക് പിന്നിലെ സത്യമെന്ത്? പാലോട് രവി DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. ഈ വിവാദ ഫോൺ സംഭാഷണം പുറത്തുവിട്ട വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജലീലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഈ വിവാദ ഫോൺ സംഭാഷണത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവി കോൺഗ്രസ് നേരിടേണ്ടി വരും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും മൂന്നാമതും അധികാരത്തിൽ വരും. മാത്രമല്ല, ഇതിനിടയിൽ വമ്പിച്ച രീതിയിലുള്ളൊരു നേട്ടം കൊയ്യാൻ വേണ്ടി പോകുന്നത് BJPയുമാണ്. കോൺഗ്രസിലെ പല നേതാക്കൾ BJPയിലേക്ക് പോകുമെന്നൊക്കെയാണ് ഈ പാലോട് രവിയുടെ വാക്കുകളിലൂടെ ലോകം മുഴുവൻ കേട്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പരിഭ്രാന്തിയിലാക്കുന്നതെന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു സത്യമാണ് എന്നതുകൊണ്ടായിരിക്കുമോ ഈ വലിയ പരിഭ്രാന്തി ഇപ്പൊ രൂപപ്പെട്ടിരിക്കുന്നത്? എന്താണ് സാറിന്റെ ഇതിലുള്ള നിരീക്ഷണം? ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്, അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, ഇവിടെ രണ്ടിടത്തും നല്ല പ്രകടനം കാഴ്ചവെച്ച് വിജയിച്ച്, പ്രത്യേകിച്ച് നിലമ്പൂരിൽ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്ത കോൺഗ്രസിന് ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോഴുള്ളതെന്നാണ് പുറത്തു നിൽക്കുന്ന പൊതുജനത്തിന് തോന്നുന്നത്. പക്ഷേ തിരുവനന്തപുരം പോലെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ DCC പ്രസിഡന്റായ പാലോട് രവിയുടെ വാക്കുകൾ പരിഭ്രാന്തിയാണ്. അതായത് കോൺഗ്രസ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കോൺഗ്രസ് പരാജയപ്പെടും. അതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂക്കുകുത്തി താഴെ വീഴും. ഇതേ വാക്കാണ് അദ്ദേഹം പ്രയോഗിച്ചത്. ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരും. പിന്നെ BJPയിലേക്ക് കോൺഗ്രസിൽ നിന്ന് ഒഴുക്കുണ്ടാവും. എന്താണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത്? പല കാരണങ്ങളുണ്ട്. ആദ്യമായിട്ട് ഈ കാരണങ്ങളെ കുറിച്ചൊന്ന് പൊതുവെ പറഞ്ഞിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാം. എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം തിരിച്ചറിയാൻ പറ്റുന്നവരാണ് DCC പ്രസിഡന്റുമാർ. അതാണ്, സംഘടന വളരെ ദുർബലമായി പോയിരിക്കുന്നു. അതാണ് പാലോട് രവി ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ആ ടേപ്പ് കേൾക്കുന്നവർക്ക് ഒരു കാര്യം അറിയാം. അദ്ദേഹം പറയുന്നുണ്ട്, കോൺഗ്രസ്സുകാരോട് സംസാരിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ജില്ല മുഴുവൻ സഞ്ചരിക്കുമ്പോൾ വെറും 10% പ്രദേശത്താണ് കോൺഗ്രസിന്റെ പ്രവർത്തകരുള്ളത്. ബാക്കി സ്ഥലത്ത് ആരോട് സംസാരിക്കാനാണ്? കോൺഗ്രസ്സുകാരില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. എനിക്ക് തലസ്ഥാന ജില്ലയെ നന്നായിട്ട് അറിയാം. ഞാൻ അവിടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് 100% ശരിയാണ്. നഗരത്തില് ശരിക്കും ഈ സ്ക്വാഡ് വർക്ക് നടത്താൻ പോലും പല വാർഡുകളിലും കോൺഗ്രസിന് വർക്കർമാരില്ല. തിരുവനന്തപുരം DCC പ്രസിഡന്റായ പാലോട് രവിക്ക് അത് കൃത്യമായിട്ട് തിരിച്ചറിയാം. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തെ വിഷയം, സംഘടന ദുർബലമായിരിക്കുന്നു കേരളത്തിൽ. കോൺഗ്രസിന് KPCC പ്രസിഡന്റിലാണ് എല്ലാ അധികാരവും നിക്ഷിപ്തമായിരിക്കുന്നത്. പിന്നീട് സംഘടനയുടെ ചുക്കാൻ പിടിക്കുന്നത് DCC പ്രസിഡന്റുമാരാണ്. അപ്പൊ DCC പ്രസിഡന്റുമാർക്ക് സംഘടനയിൽ എന്ത് നടക്കുന്നു, കാര്യങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പരിഭ്രാന്തി വന്നത്. മൂന്നാമത്തെ വിഷയം, അതെനിക്ക് തോന്നുന്നു സാമ്പത്തികമായിരിക്കും. ഫണ്ട് വളരെ കുറവാണ്. കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റുന്ന ഫണ്ടിന് പരിമിതിയുണ്ട്. 2 തവണ തുടർച്ചയായിട്ട് അധികാരത്തിലില്ല. അപ്പോ പിരിവിന് ചെന്നാൽ വ്യവസായികളും വ്യാപാരികളും ഒന്നും വലുതായിട്ട് ഗൗനിക്കില്ല. കേന്ദ്രത്തിൽ 3 തവണയായിട്ട് അധികാരത്തിലില്ല. ആകെ പരിഭ്രാന്തിയിലാണ്. അദ്ദേഹം പറയുന്നുണ്ട് ഈ കാര്യം. അതായത് BJP ഓരോ മണ്ഡലത്തിലും വലിയ തോതിൽ പൈസ ഒഴുക്കി 40,000 50,000 വോട്ട് പിടിക്കും. 60 മണ്ഡലങ്ങളിലെങ്കിലും അവർ 2ാം സ്ഥാനത്ത് വരും. ഇതൊക്കെ അദ്ദേഹം പറയുന്നത് കോൺഗ്രസിനോടുള്ള ദേഷ്യം കൊണ്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പൊ അതാണ് മറ്റൊരു കാര്യം. യാഥാർത്ഥ്യം പറഞ്ഞു. പിന്നെ കോൺഗ്രസിനുള്ളിൽ പുതിയൊരു ചേണിങ് പ്രോസസ്സ് നടക്കുകയാണ്. ഇത് പഴയ ഒരു ഗ്രൂപ്പുകാരനാണ് ശ്രീ പാലോട് രവി. അപ്പൊ പാലോട് രവി ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇന്ന് ഛിന്ന ഭിന്നമായിട്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഗ്രൂപ്പിന് നാഥനില്ല. പക്ഷെ പഴയ കരുണാകരൻ ഗ്രൂപ്പുകാര്, രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ KC വേണുഗോപാൽ, ഇവരൊക്കെയാണ് ഇന്ന് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പഴയ ഗ്രൂപ്പുകാർ പരിഭ്രാന്തിയിലാണ്. അത് വേറൊരു വശം. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പൊ നമുക്കിത് തുടക്കം തൊട്ടേ ഒന്നുകൂടെ ഒന്ന് വിശദമായിട്ട് നോക്കാം. ഈ പലയിടത്തും കോൺഗ്രസിന് വാർഡ് കമ്മിറ്റിയൊക്കെ, ബൂത്ത് കമ്മിറ്റിയൊക്കെ വളരെ നിർജ്ജീവമാണ്. ഇതാണ് DCC പ്രസിഡന്റുമാർ പലരും വ്യക്തിപരമായിട്ട് തന്നെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. കാരണം
പാർട്ടി ഒരു ബഹുജന സിമ്പതിയിലും മുന്നേറ്റത്തിലുമാണ് ഇന്ന് വോട്ട് പിടിക്കുന്നത്, സംഘടനാശേഷിയിലല്ല. സംഘടനാശേഷി പ്രതിഫലിപ്പിക്കേണ്ട ഒരു ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ ഇലക്ഷൻ. ഇതാണ് പാലോട് രവിക്കുണ്ടായ പരിഭ്രാന്തി. ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്ത് ശശി തരൂരിന്റെ ഒരു പ്രഭാവത്തിൽ അങ്ങ് ജയിച്ചു പോകും. അതൊരു ഓളമാണ്, വലിയൊരു ഓളം ഉണ്ടാക്കും. അത് ആ ഒരു തരംഗമാണ് അവിടെ നടക്കുന്നത്. പക്ഷെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല. ജനങ്ങള് താഴെ തട്ടിൽ ഓരോ വീട്ടിലും ചെല്ലണം. നമ്മൾ ആ പാലോട് രവിയുടെ ഫോൺ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. കാരണം അദ്ദേഹം ഈ വാമനപുരം ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ജലീലിനോട് പറയുന്നുണ്ട്, പിന്നെ ജലീൽ പറയുന്നു, ഞാൻ അവിടെ തലേക്കുന്നിൽ ബഷീറിന്റെ ഒരു അനുസ്മരണം വെച്ചിട്ടുണ്ട്, സിദ്ദിഖ് MLA ഒക്കെ വരുന്നുണ്ട്. അപ്പം പാലോട് രവി പറയുന്നു, സിദ്ദിഖ് വന്നാലൊന്നും കാര്യമില്ല, ഓരോ വീടുകളിൽ പോകണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അറിയണം, വീണ്ടും പോകണം, തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താമെന്ന് അവരോട് പറയണം. അത് ജനസമ്പർക്കത്തിന്. അപ്പൊ അങ്ങനെ പറയുന്ന ഒരു വ്യക്തി ആ റെക്കോർഡ് ഫുള്ള് കേട്ടാല് ഇദ്ദേഹം കോൺഗ്രസിനെ ഒരു ആത്മപരിശോധന നടത്തുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പൊ ആ ആത്മപരിശോധനയിൽ ഒരു ഭാഗം പുറത്തുവിട്ട് ഈ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ അറിയാമല്ലോ കോൺഗ്രസിനുള്ളിലുള്ള പടലപ്പിണക്കങ്ങൾ. അതായത് മൂക്ക് മുറിച്ചും ശകുനം മുടക്കാൻ വേണ്ടി ആരോ ചെയ്തതാണിത്. രവി ഇത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പറഞ്ഞിട്ടില്ല എന്ന് അയാൾ നിഷേധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ശരിക്കും പാലോട് രവി എന്ന വ്യക്തിയെ സ്ഥാനത്തുനിന്ന് മാറ്റാൻ വേണ്ടി ആരോ ചെയ്ത ഒരു പരിപാടിയാണ്. അതിൽ അവർ വിജയിച്ചു. അതിൽ രക്തസാക്ഷിയായി ജലീല് പുറത്തുപോയി, പാർട്ടിക്ക് പുറത്തായി അയാൾ. പാലോട് രവി പുറത്തായിട്ടില്ല, അദ്ദേഹം DCC അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു. പകരം ശക്തൻ നാടാരെ DCC അധ്യക്ഷനാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശക്തൻ നാടാര്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇതിൽ ഗ്രൂപ്പുണ്ട്, ഇതിൽ പാർട്ടി ദൗർബല്യമുണ്ട്, ഇതിൽ പൈസയുടെ കുറവുണ്ട്, ആ പരിഭ്രാന്തി ഉണ്ട്, എല്ലാം അടങ്ങിയിരിക്കുന്നു. ശരിക്കും കോൺഗ്രസിൽ എന്താണ് കോൺഗ്രസിന്റെ കേരളത്തിലെ അവസ്ഥ എന്നുള്ളതിന്റെ ഒരു രേഖാചിത്രമാണ്. ഈ മറ്റു പല DCC പ്രസിഡന്റുമാർക്കും ഇല്ലാത്ത ഒരു പരിഭ്രാന്തി പാലോട് രവിക്ക് ഉണ്ടാകാം. കാരണം തിരുവനന്തപുരം ജില്ലയിൽ അല്ലെങ്കിൽ തന്നെ BJP ആണ് ഏറ്റവും വലിയ പാർട്ടി, ശരിക്കും CPM പോലും അല്ല. BJPക്ക് വേണ്ടത്ര കരുത്തരായ നേതാക്കന്മാരില്ലാത്തത് കൊണ്ടാണ് അവർ വിജയിക്കാത്തത്. ഒറ്റയ്ക്ക് ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എടുത്താൽ ഞാൻ 100% ഉറപ്പിൽ പറയുന്നു, എല്ലാ മണ്ഡലത്തിലും BJPക്ക് ഏതാണ്ട് 35,000-40,000 വോട്ട് ഒറ്റയ്ക്കുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള തിരുവനന്തപുരത്തെ DCC പ്രസിഡന്റായ രവി പരിഭ്രാന്തനാവും. കാരണം ഈ ഇലക്ഷനിൽ അദ്ദേഹത്തിന് പരിമിതിയുണ്ട്. തിരുവനന്തപുരം നഗരസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3-ാം സ്ഥാനത്തായിരുന്നു കഴിഞ്ഞ തവണ കോൺഗ്രസ്. ഇപ്രാവശ്യം പിന്നെ വീണ്ടും CPM-ന്റെ നേതൃത്വത്തിലാണ് മണ്ഡല പുനർനിർണയം നടന്നിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് പിന്നെയും താഴോട്ട് പോകുമെന്നുള്ള പേടി, തനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള പേടി. പാലോട് രവി പറയും LDF വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിലെ നിരവധിയായിട്ടുള്ള ജനങ്ങളൊക്കെ നമ്മൾ പലരിടത്തും സംസാരിക്കുമ്പോഴൊക്കെ കോൺഗ്രസിൽ ഒരു പ്രതീക്ഷയില്ലാത്തതിൻ്റെ ഒരു സൂചനകളൊക്കെ ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഇപ്പം സുരേഷ് ഗോപിയുടെയൊക്കെ നേതൃത്വത്തിലാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ആശാ വർക്കർമാരുടെ ഇൻസെൻറ്റീവ് ഒക്കെ ഇപ്പം കേന്ദ്രം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു നേട്ടം സ്വാഭാവികമായിട്ടും BJPക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പരിപൂർണമായിട്ടും കോൺഗ്രസിനെ തഴഞ്ഞിരിക്കുകയാണോ സംസ്ഥാനം, ജനങ്ങൾ? അവരധികാരത്തിൽ വരണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അല്ല, അതൊരു ഭാഗത്ത് നിൽക്കുന്നു. അത് മാത്രമല്ല, രവി പറഞ്ഞത് കൃത്യമായിട്ട് ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പാലോട് രവി പറഞ്ഞു മുസ്ലിം വോട്ടുകൾ പിന്നെ CPM-ലേക്ക് തിരികെ പോകുമെന്ന് പറയും. പക്ഷെ എനിക്ക് അതിനോട് യോജിപ്പില്ല. അത് അദ്ദേഹത്തിന്റെ ഒരു പരിഭ്രാന്തിയുടെ ഫലമാണ്. പക്ഷേ അതിൽ വേറൊരു സത്യമുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളവരൊക്കെ BJP-യിലോട്ട് പോകുന്നു. അവിടാണ് പ്രശ്നം. മുസ്ലിം വോട്ട് എനിക്ക് തോന്നുന്നു ഈ തവണ CPM-ന് പോവില്ല. പരിണതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവാണ് പാലോട് രവി. അദ്ദേഹം 1990-കളിൽ തിരുവനന്തപുരത്തെ A ഗ്രൂപ്പിന്റെ വലിയ കരുത്തരായ നേതാക്കന്മാരായിരുന്നു പാലോട് രവി, തമ്പാനൂർ രവി, പിന്നെ GS ബാബു, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് ആൾക്കാരുണ്ട്. പണ്ട് VS അച്യുതാനന്ദൻ ഇതിന്റെ ഇടയ്ക്ക് സാന്ദർഭികമായിട്ട് ഞാൻ പറയുക, അതായത് VS അച്യുതാനന്ദൻ ഭയങ്കര ദേഷ്യത്തിൽ ഈ രവിമാരെ കുറിച്ച്, കോൺഗ്രസിൽ കുറെ രവിമാരുണ്ട്, വയലാർ രവി, തോപ്പിൽ രവി, തമ്പാനൂർ രവി, പാലോട് രവി, പിന്നെ അദ്ദേഹം ഒരു അശ്ലീലം കൂടെ പറഞ്ഞു. അങ്ങനെ പ്രസംഗിച്ചു. അപ്പൊ VS-ന്റെ ശ്രദ്ധ പോലും പിടിച്ചു പറ്റിയ നേതാവായിരുന്നു പാലോട് രവി. അദ്ദേഹം ഒരു
കരുത്തനായിരുന്നു, രണ്ടടി എതിരാളികൾക്ക് കൊടുക്കാനും ഉള്ള ശേഷിയുള്ള അതിനുള്ള അണികൾ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പക്ഷെ ആ വ്യക്തിയുടെ ഇന്നത്തെ ആ ഒരു ദയനീയ നിലവിളി കേൾക്കുമ്പോൾ നമുക്ക് തന്നെ കഷ്ടം തോന്നുന്നു. അത് വേറൊരു ഭാഗം. അപ്പം ഈ കോൺഗ്രസ് ഇപ്പം ഗൗതം പറഞ്ഞതുപോലെ ഇടതുമുന്നണി വീണ്ടും അധികാരത്തിൽ വരുമോ എന്നുള്ള പേടി കോൺഗ്രസ്സുകാർക്കുണ്ട്. അപ്പം ഞാൻ ആദ്യം 2 ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ച് പറഞ്ഞു. ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും എൻ്റെ വിലയിരുത്തൽ മുസ്ലിം വോട്ടുകളാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചത്. കോൺഗ്രസിന് നിർണായകമായത് മുസ്ലിം വോട്ടുകളാണ്. ആ മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിൽ തന്നെ നിൽക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ അതേസമയം ഹിന്ദു വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് അകന്നു പോകുമെന്ന് രവി പ്രകടിപ്പിച്ച ഭീതി അടിസ്ഥാനമില്ലാത്തതല്ല, അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോ തെക്കൻ ജില്ലയിൽ ഇപ്പം ഞാൻ പറയുന്നത് തൃശ്ശൂര് തൽക്കാലം ഞാൻ അങ്ങ് മാറ്റി നിർത്തുകയാണ്. എറണാകുളം, ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെ തന്നെ ഇതിൽ എറണാകുളം ഒഴിച്ച് ബാക്കി എല്ലാ ജില്ലയിലും BJPക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. മിക്ക മണ്ഡലത്തിലും 30,000 വോട്ടുണ്ട്, സംശയമൊന്നുമില്ല. ആലപ്പുഴ ജില്ലയിൽ പോലും തെക്കൻ മണ്ഡലങ്ങളിലൊക്കെ 2ാം സ്ഥാനത്തായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP. അങ്ങനെ വരുമ്പോൾ പ്രത്യേകിച്ച് ധനശേഷിയുണ്ട് BJPക്ക്, RSSന്റെ കേഡർ സംവിധാനമുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ തിരുവനന്തപുരത്ത് വലിയ ബുദ്ധിമുട്ടാകും. BJP ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കുകയാണെങ്കിൽ, രാജീവ് ചന്ദ്രശേഖറിന് കൃത്യമായ ഒരു പിന്തുണ RSS കൊടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു പാലോട് രവി പ്രകടിപ്പിച്ച ഭീതി അസ്ഥാനത്തല്ല. അങ്ങനെ BJP സ്വന്തം വോട്ടുകൾ എല്ലാ മണ്ഡലത്തിലും പിടിച്ചെടുക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇടതുമുന്നണിക്കായിരിക്കും അഡ്വാൻറ്റേജ്. നമ്മൾ പ്രതീക്ഷിക്കാതെ വിന്നിങ് ബൈ ഡീഫോൾട്ട് എന്ന് പറയുന്ന പോലെ എതിരാളിയുടെ കുഴപ്പം നിമിത്തം, അതായത് കോൺഗ്രസിന്റെ പരിമിതികൾ നിമിത്തം വീണ്ടും CPMന് അധികാരത്തിൽ വരാൻ പറ്റും. അതിന് CPMഉം BJPയും തമ്മിൽ ഒരു അന്തർധാര പ്രവർത്തിച്ചാൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയാൽ തീർച്ചയായിട്ടും അത് സംഭവിക്കാം. ഇത് നിസ്സാരമായ ഒരു ഭീതിയല്ല, ആ ഭീതി അടിസ്ഥാനമുള്ള ഭീതിയാണ്. അത് തീർച്ചയായിട്ടും അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കന്മാർ പരിഭ്രാന്തരാകുന്നത്. ഇനിയും ഒരു തരംഗം വന്നാൽ പക്ഷെ ഈ ഭീതിയൊക്കെ അസ്ഥാനത്താവും. പക്ഷെ തരംഗം വന്നില്ലെങ്കിലോ, സാമുദായിക വിഭജനം വരികയാണെങ്കിലോ, പിണറായി വിജയനെതിരെയുള്ള ഒരു ക്രോധം, ജനങ്ങളുടെ ഒരു ദേഷ്യം, അതൊരു തരംഗമായി മാറിയാൽ ചിലപ്പോൾ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരാം. അങ്ങനെ വരുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് ചെയ്യേണ്ടത്. അതേസമയം സംഘടനാ തലത്തിൽ വോട്ട് പിടിച്ചെടുക്കാൻ നോക്കിയാൽ പറ്റില്ല. ഇതിവിടെ അപകടം എന്ന് പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. കാരണം അവിടെ സംഘടനാ ശക്തിയാണ് വിജയിയെ നിർണ്ണയിക്കുന്നത്. നേരെ മറിച്ച് നേരെ അങ്ങ് അസംബ്ലി ഇലക്ഷനിലേക്ക് പോകുമായിരുന്നെങ്കിൽ ഈ പരിഭ്രാന്തിക്കിടയിലായിരുന്നു. അതാണ് ഇദ്ദേഹത്തിനെ, പാലോട് രവിയെ പരിഭ്രാന്തനാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഭയക്കുന്നത്. ശരിയാണ്, അങ്ങനെ ഇപ്പോൾ ചിന്തിക്കുന്നവരും ഒരുപാട് ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർക്ക് അത്തരം ഒരു പേടി അല്ലെങ്കിൽ ഒരു സാധ്യത അവർക്കുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് സമയപരിമിതി മൂലം ഞാൻ നിർത്തുകയാണ്. നമുക്ക് വീണ്ടും അപ്ഡേറ്റ്സുമായിട്ട് പ്രേക്ഷകരെ കാണാം. സത്യാവസ്ഥയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇത്രയും കാര്യം വിശദമാക്കിയതിന് ഒരുപാട് നന്ദി.